ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഡിസൈൻ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ലിൻസിയോസ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫോട്ടോഷോപ്പിലെ എഡിറ്റ് മെനുവിലുള്ള ഡിഫൈൻ പാറ്റേൺ ഓപ്ഷനെ കുറിച്ചാണ്. നമ്മൾ ലാസ്റ്റ് വീഡിയോയ്ക്കകത്ത് ഡിഫൈൻ ബ്രഷ് പ്രീസെറ്റ് ഓപ്ഷനെ കുറിച്ചായിരുന്നു നോക്കിയിരുന്നത്. ഏകദേശം ആ ഒരു ഓപ്ഷനോട് സാമ്യമുള്ള ഒരു ഓപ്ഷനാണ് ഡിഫൈൻ പാറ്റേൺ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഡിഫൈൻ പാറ്റേൺ ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ഒരു ഇമേജിനും അല്ലെങ്കിൽ ലോഗോയിനും ഐക്കണോ ഒക്കെ നമുക്ക് ഒരു പാറ്റേൺ ആയിട്ട് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമുക്ക് പാറ്റേൺ ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മുടെ വർക്കിനകത്ത് ആ ഒരു പാറ്റേൺ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് പാറ്റേൺ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതുപോലെ നമ്മൾ ഈ ഒരു പാറ്റേൺ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന വർക്കിൻ്റെ ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഷേപ്പിനെയാണ് ഞാനിവിടെ പാറ്റേൺ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ ആദ്യം തന്നെ ഇവിടുന്ന് കസ്റ്റം ഷേപ്പ് ടൂൾ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഷേപ്പ് ലൈബ്രറിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഷേപ്പുകൾ കാണാവുന്നതാണ്. ഞാൻ ഇവിടുന്ന് ഒരു ഷേപ്പ് സെലക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഷേപ്പിനെ നമുക്കിവിടെ ഡ്രാഗ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിൽ ഞാനിവിടെ ഒരു ഷേപ്പ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഷേപ്പിൻ്റെ അത്രയും പോർഷൻ മാത്രമായിട്ട് ക്രോപ്പ് ചെയ്തെടുക്കണം. അതുപോലെ നിങ്ങൾക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ആവശ്യമുള്ളതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൂടി റിമൂവ് ചെയ്യണം. അതുകൊണ്ട് ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് അൺലോക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ പ്രസ് ചെയ്യാം. നമുക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ആവശ്യമില്ല, ഞാൻ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഷേപ്പിൻ്റെ അതേ സൈസിൽ തന്നെ ഇതിനൊന്ന് ക്രോപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഒരു തമ്പനെയിലിനകത്ത് കൺട്രോൾ കീ പ്രസ് ചെയ്തതിന് ശേഷം ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഷേപ്പിലൂടെ സെലക്ഷൻ വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ ക്രോപ്പ് ടൂൾ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഷോർട്ട് കീ ഉള്ള C പ്രസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് എൻ്റർ കീ പ്രസ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ഷേപ്പിൻ്റെ അതേ സൈസിൽ തന്നെ ഇവിടെ ക്രോപ്പ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ എഡിറ്റ് മെനുവിലേക്ക് പോവുകയാണ്. ഇവിടെ നമുക്ക് ഡിഫൈൻ പാറ്റേൺ സെലക്ട് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് പാറ്റേണിന് ആവശ്യമായിട്ടുള്ള നെയിം കൊടുക്കാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ പാറ്റേൺ 5 എന്നാണ് വന്നിരിക്കുന്നത്. ഞാൻ ഓക്കെ പ്രസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടേക്ക് ഒരു ന്യൂ ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ പ്രസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ഡോക്യുമെൻറ്റിനകത്തേക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പാറ്റേൺ നമ്മൾ ഫില്ല് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് എഡിറ്റ് മെനുവിലേക്ക് പോവാം. ഇവിടെ നിങ്ങൾക്ക് ഫില്ല് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാവുന്നതാണ്. ഈ ഒരു ഫില്ല് ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഷോർട്ട് കീ ആയിട്ട് വരുന്ന ഷിഫ്റ്റ് F5 ആണ്. ഇപ്പോൾ ഇവിടെ ഫില്ലിൻ്റെ ഡയലോഗ് ബോക്സ് വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഈ കണ്ടൻസിന് താഴെയായിട്ട് യൂസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഇതിനകത്ത് ഇപ്പോൾ ഫോർഗ്രൗണ്ട് കളറാണ് സെലക്ട് ആയിട്ടിരിക്കുന്നത്. ഈ ഒരു ഫോർഗ്രൗണ്ട് കളർ നമുക്ക് മാറ്റിയതിന് ശേഷം പാറ്റേൺ സെലക്ട് ചെയ്യണം. അതായത് നമുക്ക് ഇവിടേക്ക് പാറ്റേൺ ആണ് ഫില്ല് ചെയ്യാനുള്ളത്. അതുപോലെ ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് കസ്റ്റം പാറ്റേൺ നിങ്ങൾക്ക് കാണാം. ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് മറ്റുള്ള പാറ്റേൺ പ്രീസെറ്റുകൾ കൂടി കാണാവുന്നതാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ ഇവിടെ ലാസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാനിത് സെലക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് മറ്റുള്ള ഓപ്ഷനിലൊന്നും മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല. ഇവിടെ നിങ്ങൾക്ക് മറ്റേതെങ്കിലും ഒരു ബ്ലെൻഡിംഗ് മോഡാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. നമുക്കിവിടെ നോർമലാണ് ആവശ്യമുള്ളത്. ഞാൻ ഓക്കെ പ്രസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മൾ ആ ഒരു ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പാറ്റേൺ അതേ സൈസിൽ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഷേപ്പോ അല്ലെങ്കിൽ ഇമേജോ ഒക്കെ നിങ്ങൾക്ക് പാറ്റേൺ ആയിട്ട് കൺവേർട്ട് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു പാറ്റേൺ ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന മറ്റൊരു വർക്ക് കൂടി നമുക്ക് പരിചയപ്പെടാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഫോട്ടോ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു ഫോട്ടോനെ നമുക്ക് പാസ്പോർട്ട് സൈസിലേക്ക് മാറ്റണം. നിങ്ങൾ സ്റ്റുഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാകും, നമ്മളൊരു പാസ്പോർട്ട് സൈസിൽ ഫോട്ടോ എടുത്തതിന് ശേഷം ഒരു ഷീറ്റിനകത്തേക്ക് ഫോട്ടോസ് ഒരുമിച്ച് ഫില്ല് ചെയ്യുന്നത്, അതായത് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്തരത്തിൽ എങ്ങനെയാണ് ഓരോരോ ഫോട്ടോ നമ്മൾ ആ ഒരു പേപ്പറിൽ സെറ്റ് ചെയ്യാതെ ഒരുമിച്ച് എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് കൂടി നമുക്ക് നോക്കാം. അപ്പോൾ അതിന് തന്നെ നമുക്ക് ഈ ഒരു ഫോട്ടോൻ്റെ ഒരു പാസ്പോർട്ട് സൈസിലേക്ക് മാറ്റാം. അതിനായിട്ട് ഞാനിവിടെ ന്യൂ ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്കൊരു വിഡ്ത്ത് 3.5 സെൻറ്റിമീറ്റർ കൊടുക്കാം. അതുപോലെ ഹൈറ്റ് 4.5 സെൻറ്റിമീറ്ററും കൊടുക്കാം. ഇനി ഞാൻ ഓക്കെ പ്രസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫോട്ടോനെ നമുക്ക് ആ ഒരു ഡോക്യുമെൻറ്റിനകത്തേക്ക് കൊണ്ടുവരാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ ഒരു ഫോട്ടോ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയുടെ ബോർഡർ കണ്ടിട്ടുണ്ടാകും. നമുക്കിതൊന്ന് ക്രോപ്പ് ചെയ്ത് കളയാം. ഈ ഒരു സെലക്ഷൻ്റെ പുറത്തേക്കുള്ള പോർഷനാണ് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നമുക്ക് ഇവിടേക്ക് ഇൻവേർട്ട് സെലക്ഷൻ കൊണ്ടുവരണം. അതിനായിട്ട് നമുക്ക് ഷിഫ്റ്റ് കൺട്രോൾ ആയി പ്രസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം സെലക്ഷൻ ഇൻവേർട്ട് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടുന്ന് ഡിലീറ്റ് കീ പ്രസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ഫോട്ടോയുടെ പുറത്തേക്കുള്ള പോർഷൻ ഡിലീറ്റ് ആയിട്ടുണ്ട്. ഇനി കൺട്രോൾ D പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇനി ഒന്ന് ഡീസെലക്ട് ചെയ്യാം.
ഇനി നമുക്ക് ഈ ഒരു ഫോട്ടോനെ പാറ്റേൺ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അതിനായിട്ട് ഞാൻ എഡിറ്റ് മെനുവിൽ പോകുന്നുണ്ട്. ഇവിടെ നമുക്ക് ഡിഫൈൻ പാറ്റേൺ സെലക്ട് ചെയ്യാം. പാറ്റേൺ 6 എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഓക്കെ പ്രസ് ചെയ്യാം. ഇനി ഒരു ന്യൂ ഡോക്യുമെന്റ് നമുക്ക് വീണ്ടും ക്രിയേറ്റ് ചെയ്യാം. ഇതിന്റെ സൈസ് ഞാനൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാനിവിടെ ഒരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആ ഒരു ഫോട്ടോ നിന്ന് ഫില്ല് ചെയ്യാം. എഡിറ്റ് മെനുവിൽ പോകുന്നുണ്ട്. ഇവിടുന്ന് ഫില്ല് സെലക്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കസ്റ്റം പാറ്റേണിൽ പോയതിനു ശേഷം നമ്മളിപ്പോൾ ലാസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പാറ്റേൺ സെലക്ട് ചെയ്യാം. ഞാൻ ഈ ഒരു പാറ്റേൺ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഓക്കെ പ്രസ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് കാണാം ഈസി ആയിട്ട് തന്നെ ഈ ഒരു പേജിനകത്ത് ഫുള്ളായിട്ട് ഈ ഒരു ഫോട്ടോ ഫില്ല് ആയിട്ടുണ്ട്. അപ്പം സ്റ്റുഡിയോയിലൊക്കെ അവർ ഫോട്ടോ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് ബിസിനസ് കാർഡോ അല്ലെങ്കിൽ ID കാർഡോ ഒക്കെ ഒരു A4 അല്ലെങ്കിൽ A3 പേജിനകത്തൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോ എൻ്റെ എല്ലാ ഡിസൈനർ സുഹൃത്തുക്കൾക്കും യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ്സ് കൂടി രേഖപ്പെടുത്തുക. ഒപ്പം ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക.